സോ ഈ ക്യൂട്ട് വോയിസ് ആരുടെയാന്ന് ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എൻ്റെ മുഖം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ രാവിലെ എണീച്ചിരിക്കുകയെന്ന്. അതെ, എനിക്ക് ഇന്നൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി ഞാൻ രാവിലെ തന്നെ എണീച്ചിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടി നടക്കുന്നത് നമ്മുടെ കേരളത്തിലല്ല, നമ്മൾ പോകുന്നത് കോയമ്പത്തൂരാണ്. പ്രത്യേകിച്ച് മിനുക്ക് പണികളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ പോവാണ്. ഇപ്പം ആണെങ്കിൽ ഒരു കുഞ്ഞി ഹായ് കിട്ടിയില്ലേ, അവൻ്റെ പേരാണ് ഹൈദു. ഇന്നത്തെ എൻ്റെ ട്രാവലിംഗ് പാർട്ട്ണറാണ് ഹൈദു. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ബേബിയാണ്. ഇവൻ മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ വേറെ 2 പേരും കൂടി ഉണ്ട്. പക്ഷേ 3 പേരെയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ട്രാവലിംഗ് പോസിബിൾ ആവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ബാക്കി 2 പേരെ ഡീൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരാളെ മാത്രം കൂടെ കൂട്ടിയത്. എന്തായാലും ഇവൻ വന്നാൽ നന്നായി, എനിക്കെന്തായാലും കൂട്ടിനൊരാളായി. അതെ, നമ്മളിപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാടേക്ക് എത്തി. രാവിലത്തെ ഫുഡ് കഴിക്കാതെയാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ഞങ്ങൾ മാത്രമല്ല, എൻ്റെ വേറെയും കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. സോ ദിസ് സ്പെഷ്യൽ വോയിസ് കവർ ബൈ ജന്ന, സെറിൻ, ജെസ്സി. ഇത് ഹൈദുവിൻ്റെ അനിയത്തിയാണ്. ട്രിപ്പിന് കൊണ്ടുപോകാത്ത വിഷമം ആൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വോയിസ് കവറിൽ ആളെ കൂട്ടാന്ന്. പുറത്ത് നിന്ന് കുറച്ച് നേരം ഫാമിലി ടൈം, കുറച്ച് പരദൂഷണവും കുറ്റം പറച്ചിലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. സാപ്പാടെല്ലാം കഴിച്ച് പുറത്തിറങ്ങി ഞങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മധുരം തിന്നാൻ ഒരു കൊതി തോന്നി. റോട്ടിലാണെങ്കിൽ പനങ്കരിക്ക് വിൽക്കുന്ന കണ്ടപാട് നേരെ സൈഡാക്കി അവിടുന്ന് കുറച്ച് പനങ്കരിക്ക് മേടിച്ച് കഴിച്ചു. കൊതി അടക്കി. കല്യാണ വീട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. ഞങ്ങളാണ് ഇവിടെ ആദ്യം എത്തിയേക്കുന്നത്. പിന്നെ നമ്മൾ 2 പേരും മുഖത്തോട് മുഖം നോക്കി ഇരിപ്പായി. മണവാട്ടി ആരാന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. കാരണം ഒരുവിധം എല്ലാവരും ഇതേപോലെ കുറേ വർക്കുള്ള ഡ്രസ്സുകളൊക്കെ തന്നെയാണ് ഇട്ടിട്ട് വന്നിരിക്കുന്നത്. ഒരുവിധം ബേസിക്കലി നോർമൽ വെഡ്ഡിങ്. ഫുഡ് എനിക്ക് ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. അൺലിമിറ്റഡ് ഫുഡായിരുന്നെങ്കിലും ഫുഡിൻ്റെ ഒരു തുള്ളി പോലും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഐസ്ക്രീം കണ്ടപ്പോഴാണ് ഹൈദുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വന്നത് തന്നെ. ഫുഡ് ആദ്യത്തെ ഒരു പറ്റ് വായിൽ വെച്ചപ്പോൾ തന്നെ ആൾ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ ചിക്കൻ കഴിച്ച് സൈഡായിക്കോളാന്ന് പറഞ്ഞു. അവസാനം ചെക്കനെയും പെണ്ണിനെയും കണ്ടു. അവരുടെ കൂടെ നിന്ന് 2 ഫോട്ടോയും എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് കളിച്ചു. പിന്നെ കുറച്ച് കസിൻസിൻ്റെ കൂടെ സംസാരിച്ചു. ശേഷം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക്. നല്ലൊരു നട്ടുച്ച നേരമായതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിൽ നിന്നപ്പോഴേക്കും ആകെ കരിഞ്ഞു. ഇനി എന്താണ്, ഉച്ച മയക്കത്തിൻ്റെ സമയമാണ്. ഞാനും ഒരു 1 മണിക്കൂർ നീണ്ട ഉറക്കത്തിന് ശേഷമാണ് ഈ എണീറ്റിരിക്കുന്നത്. അപ്പം എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പിരിയാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരോടും ഒരു ഹോട്ടലിൽ കയറി. അവിടെ കയറിയ എല്ലാവരും ചായ ഓർഡർ ചെയ്തു. പക്ഷേ ഹൈദുവിന് മാത്രം സ്പെഷ്യലായിട്ട് ഒരു ഐറ്റമാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ പേരാണ് ബട്ടൂര. ബട്ടൂര എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പൂരിയാണെന്ന് തോന്നുന്നു. വന്നപ്പോൾ ഒരു വലിയ വയറൊക്കെ ഉണ്ടായിരുന്നു, അത് അവൻ കുത്തിപ്പൊട്ടിച്ചു. ബട്ടൂരക്കുട്ടൻ പൂരിയൊക്കെ കഴിച്ച് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും ആലുവ എത്തി ഗൈസ്. ഹോം സ്വീറ്റ് ഹോം. ഫുഡിങ് അത്ര ശരിയാവാത്തതുകൊണ്ട് തന്നെ നേരെ വീട്ടിൽ വന്നിട്ട് വീട്ടിലിരുന്ന് വെച്ചാൽ ഒരു കഷ്ണം റോസ്റ്റ് ചിക്കൻ്റെ അടുത്ത് കഴിച്ചു. എനർജി റണ്ണൗട്ടായി ഗൈസ്. ബൈ ബൈ.